പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഓക്കെ, അപ്പം ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കാമോ എന്തോ ബാക്ക്ഗ്രൗണ്ടിലൊരു സോങ് കേൾക്കുന്നുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ക്ഷേത്രത്തിലൊരു പാട്ടാണ്. ഈ പാട്ട് എനിക്ക് തോന്നുന്നത് എൻ്റെ കുട്ടിക്കാലം തൊട്ട് ഞാൻ കേട്ടിട്ടുള്ളൊരു സോങ്ങാണ്. പണ്ടത്തെ ഒരു മുരുകൻ്റെ ഒരു പാട്ടാണ്. ഒരു മഹിഷാസുരൻ്റെ പ്രതിയോഗി അടിയൻ്റെ നെഞ്ച്, അങ്ങനെ ഒരു മുരുകഭക്തരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാൻ കുറേ അടിപൊളി സോങ്സ് ഉണ്ട്. അതിൽ ഒരു സോങ്സാണ് യേശുദാസ് പാടിയ കുറേ പാട്ടുകളുണ്ട്. അപ്പം ഇത് ഞാൻ കേൾക്കുന്നതിൻ്റെ കുട്ടിക്കാലത്താണ്. ഓക്കെ, അപ്പോൾ കുട്ടിക്കാലത്തെ ഈ സോങ് ഇപ്പം ഇത്രയും വർഷം കഴിഞ്ഞു, എനിക്കത് ഇത്ര വയസ്സായി. അപ്പം എനിക്കിപ്പോഴും അറിയാമെങ്കിൽ അതെന്താണ്, എൻ്റെ ഒരു ഓർമ്മ തന്നെയാണ് ഇതിൻ്റെ മെയിൻ കാരണം. എന്ന് വെച്ചാൽ നമുക്കതിൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സോങ് ആയതുകൊണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതൊന്നും നമുക്ക് ഓർമ്മിച്ച് വയ്ക്കും. അപ്പം എനിക്കങ്ങനെ സോങ്സ് ഏതാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കേൾക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ അത് ഓർമ്മിച്ച് കേൾക്കും, അല്ലെങ്കിൽ ശ്രദ്ധിക്കും. അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണ് ഞാൻ. അപ്പം ഇതിന് ഞാൻ പറയേണ്ട മെയിൻ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നത്തെ കാലത്ത് കുടുംബത്തിലെ പ്രശ്നങ്ങളും വഴക്കുകളും ഇതെല്ലാം സ്ഥിരമായിട്ട് നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ കുറേ പാരൻസിന് അറിയാത്ത ഒരു കാര്യമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾ, ഇപ്പം ഞാനൊരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുമ്പം എനിക്ക് കുറച്ച് കൂടുതലായിട്ട് മനസ്സിലാവുന്നുണ്ട് കുട്ടികൾക്ക് വരുന്ന ഇഷ്യൂസുകൾ. അല്ലെങ്കിൽ പറയും, കുട്ടി വീട്ടിൽ ഭയങ്കര ഇതാണല്ലേ, വീട്ടിൽ ശ്രദ്ധിക്കുന്നില്ല, പഠിത്തം ശ്രദ്ധിക്കുന്നില്ല, അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ ഇതിനൊക്കെ ഒരു മെയിൻ ആധാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലി തന്നെയാണ്. ഓക്കെ, ഈ ഫാമിലി എന്ന് പറയുന്ന ഈ ഒരു സംഗതിക്കകത്ത് നടക്കുന്ന എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടോ ഇതെല്ലാം കുഞ്ഞിനെ ബാധിക്കും. അതിന് ഉദാഹരണമാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന എൻ്റെ അച്ഛനും അമ്മയും കൊച്ചിലെ വഴക്കുണ്ടാക്കുന്ന കാര്യങ്ങൾ. ഇതെല്ലാം ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ എന്താ മറക്കാത്തത് വെച്ചാൽ, എൻ്റെ മോശമായി അവർ തമ്മിലുള്ള സ്നേഹമൊന്നുമില്ല, കുടുംബത്തിലെ സന്തോഷമായിട്ടുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ അവർ തമ്മിൽ അന്ന് നടക്കുന്ന വഴക്ക് കാര്യങ്ങൾ, അത് ഞാൻ വളരുന്നതോടൊപ്പം തന്നെ ഞാനത് എൻ്റെ ഉള്ളിൽ കിടന്നത് ഭയമായി കാര്യങ്ങളായി, അത് പല പല പ്രശ്നങ്ങളിലോട്ട് എനിക്ക് തന്നെ മാറിയിട്ടുള്ള കേസുകളുണ്ടായിട്ടുണ്ട്. അപ്പം അതിന് ഇനി ഉള്ള പാരൻസ് എങ്കിലും കുറച്ചൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ നമുക്ക് കുറച്ച് കൂടുതലായിട്ട് നന്നായിട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ടി വി തുറന്ന് നോക്കിയാലും നമുക്ക് അറിയാം കുഞ്ഞുങ്ങളെ പറ്റിയിട്ടും ഇവർ തന്നെയാണല്ലോ നാളത്തെ അടുത്ത തലമുറയായിട്ട് മാറുന്നത്. അപ്പം നമുക്ക് എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഫാമിലി തന്നെയാണ്. ഫാമിലി ഏറ്റവും മനോഹരമായിട്ട് പോവുകയാണെങ്കിൽ കുറേ പ്രശ്നങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പം അങ്ങനെ വരുമ്പോൾ അവിടെ നിന്ന് വരുന്ന കുഞ്ഞുങ്ങളെ വേറൊരു ജോലിയിലോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ ഫാമിലിയിലോട്ട് അവർ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ അവിടെ വഴക്കുകളും പ്രശ്നങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കുറയാനുള്ള ചാൻസുകളും കൂടുതലായിട്ടേ വരത്തുള്ളൂ. ഇതിൽ ഞാൻ എൻ്റെ വീഡിയോ ഇടുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത്, എനിക്ക് വന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പം എനിക്ക് വന്ന സംഗതിയാണ് ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. വെച്ചാൽ ഇപ്പോൾ പൈസയുടെ ഇഷ്യൂസായിട്ട് അച്ഛനും അമ്മയായിട്ട് കൊച്ചിലെ വഴക്കുകളും കാര്യങ്ങളൊക്കെ ഇവർ നടക്കുന്നത് എനിക്കറിയാം. അപ്പം അച്ഛൻ വന്ന് കയറി കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഫുഡ് എടുത്താൽ വെക്കാനായിട്ട് പറയും. ചിലപ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വരും. അമ്മ എന്ത് ചെയ്യും, പൈസയുടെ കാര്യങ്ങൾ തമ്മിലൊരു വഴക്ക് കൂടാകും. അത് വഴക്ക് ഇച്ചിരി കൂടുതലായിട്ട് അവർ തമ്മിൽ അടിയും പിടിയും ബഹളങ്ങൾ, അത് വഴക്ക് നല്ല മൂക്കുന്നൊരു സ്റ്റേജിലോട്ട് എത്തും. അപ്പം ഞാനന്ന് കുഞ്ഞാണ്, അപ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പം ഈ അച്ഛൻ വരുമ്പോഴത്തേക്കും എൻ്റെ മൈൻഡിലുള്ള ചിന്തയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് രാത്രി വഴക്കാവും, അച്ഛനും അമ്മയും തമ്മിൽ ഇന്ന് വഴക്കാവും. അപ്പം ഞാൻ ആ സമയത്ത് പഠിക്കാനായിട്ടോ അല്ലെങ്കിൽ ടി വി കാണാനായിട്ടോ എന്തെങ്കിലും ചന്ദ്രൻ ഇപ്പം വരാറാകുമ്പോൾ പ്രശ്നമാകുമല്ലോ, ഇപ്പോൾ വഴക്കാവുമല്ലോ. പിന്നെ എൻ്റെ കൊച്ചു മനസ്സൊന്ന് കിടന്ന് ഇരിക്കുന്ന പേടി, വിഷമം, ഇതെല്ലാം എനിക്ക് അത് ഇപ്പോഴും എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നു. അതൊന്നാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അന്ന് ഞാൻ കുഞ്ഞിൽ എനിക്ക് ആ ടെൻഷനാണ്. സന്ധ്യ കഴിയുമ്പോഴത്തേക്ക്, ഇരുട്ട് വീഴുമ്പോഴത്തേക്ക് ഇന്ന് ഇവർ തമ്മിൽ വഴക്കാവും. പക്ഷേ ഇവർ സന്തോഷമായിട്ടിരിക്കുന്ന ദിവസങ്ങളിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ പടം വരയ്ക്കുന്നു, കളിക്കുന്നു, എന്തൊക്കെയോ ഞാൻ ചെയ്യുന്നുണ്ട്. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പം ഇവർ ഈ വഴക്ക് കിടക്കുമ്പം എനിക്ക് ടെൻഷൻ കൂടും. പക്ഷേ എനിക്ക് ഇന്നത് ടെൻഷനാണെന്ന് നമുക്ക് അറിയാം. പക്ഷേ കുഞ്ഞു പ്രായത്തിൽ അതൊരു പേടിയിലോട്ടാണ് അന്നത് പോകത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇവർ വഴക്കൊക്കെ കഴിഞ്ഞു എന്ത് ചെയ്യുന്ന രാത്രി കിടക്കാനായിട്ട് അച്ഛനമ്മയും കൂടെ പോകുമ്പോഴത്തേക്ക് ഞാൻ പിന്നെ എനിക്കൊരു സിസ്റ്ററുണ്ട്. ഞാൻ ചേച്ചി എടുത്ത് വയ്ക്കും, അച്ഛൻ അമ്മ അടിക്കൂ, രാത്രി അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റുമോ, അമ്മ ചത്തു പോകുമോ, ഇങ്ങനെയുള്ള ടെൻഡൻസികളാണ് എനിക്ക് പിന്നെ വരുന്നത്. അത്രയും പിന്നെ എനിക്ക് കൂടെ കൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചേച്ചി പറയും, ഇല്ല അവർ പ്രശ്നമൊന്നുമില്ല, അവരെല്ലാവരും ഓക്കെ, മക്കൾ ഉറങ്ങിക്കുന്നു പറഞ്ഞ് ചേച്ചി സമാധാനിപ്പിച്ച് കിടക്കുമെങ്കിലും എൻ്റെ കൊച്ചു മനസ്സിലെന്ത് ചെയ്യണം, അമ്മയെ എന്തെങ്കിലും അച്ഛൻ ചെയ്യുമോ. പക്ഷെ അങ്ങനെ ചെയ്യത്തില്ല എന്നുള്ളത് പിന്നെ അറിയാവും.
പക്ഷെ ആ സമയത്ത് എന്ത് ചെയ്യും, ഇത് മൈൻഡിൽ തന്നെ കിടന്ന് അത് നമ്മൾ പറയുന്നതനുസരിച്ച് ഓരോ ഇപ്പം നിങ്ങൾ വീട്ടിൽ മക്കളെ മുമ്പ് വഴക്കുണ്ടാക്കുന്ന പാരൻസ് ഉണ്ടെങ്കിലും ഇല്ല അവർക്കതൊന്നും അറിയത്തില്ല അല്ലെങ്കിൽ വഴക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്ന പാരൻസിനും വേണ്ടിയുള്ള ഉദാഹരണമാണ് ഞാൻ എന്നെ വെച്ച് തന്നെ ഞാൻ പറഞ്ഞത് അന്നത്തെ ടൈമിലുണ്ടായത്. പക്ഷേ ഇത് പിന്നെ ഞാൻ കുറച്ചുകൂടി ഒരു മെച്ചുവറായ രീതിയിലോട്ട് പോയപ്പോൾ ഇത് 10th ലെവല് ഒരു 9ാം ക്ലാസ് ലെവലൊക്കെ ആയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, ഇത് കുറച്ചുകൂടി ഉറയ്ക്കാനായിട്ട് തുടങ്ങി എന്ന് പറയുമ്പോൾ പിന്നെ അതിൻ്റെ പഠിത്തത്തിനെ ബാധിക്കാൻ തുടങ്ങി, സിറ്റുവേഷൻസിനെ ബാധിക്കാൻ തുടങ്ങി. പിന്നെ ഇത് മാത്രമല്ല, എന്തെങ്കിലുമൊക്കെ വീട്ടിലൊരു വഴക്കോ പ്രശ്നങ്ങളോ അങ്ങനെയൊക്കെ നടക്കുമ്പോഴത്തേക്കും എനിക്ക് തോന്നും പിന്നെ കൂട്ടുകാർ ഷെയറിങ് കാര്യങ്ങളെല്ലാം വരും. ആ ഷെയറിങ് കാര്യങ്ങളൊക്കെ വരുമെങ്കിലും നമുക്ക് എന്ത് ചെയ്യും, ഫാമിലി ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് വളരെ കുറഞ്ഞ് ഇന്നത്തെ കാലത്തുള്ള കുട്ടികളാണെങ്കിൽ ഇവരെ പറയുകയും വേണ്ട. അന്നൊക്കെ നമുക്ക് പിന്നെ അറിയാം, കുറച്ചൊക്കെ നമുക്കൊരു ബോധവും വിവരവും പക്വതയൊക്കെ ഉണ്ട്. അവർ ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് അച്ഛനും അമ്മയല്ലേ അവർ ഒരുമിപ്പിക്കും, അല്ലെങ്കിൽ ഈ പ്രശ്നം മാറി നമ്മളൊക്കെ ആ ഒരു ഇതൊക്കെ സോൾവ് ചെയ്ത് നമ്മളൊക്കെ മുമ്പോട്ട് വരും എന്ന് പറയും. പക്ഷേ എങ്കിലും മനസ്സിൻ്റെ ഉള്ളിനകത്ത് എപ്പോഴും ഒരു ഭയം എന്ന് പറയാനായിട്ടില്ല. അപ്പം ഇത് ഒരു ഭയം എന്ന് പറയുന്നത് ഒരു കുട്ടിയാണ് വളർന്ന് വന്നെങ്കിൽ അവർക്ക് എന്ത് പറ്റും, ചെറിയ ഭയം വലിയ ഭയമാവും, കുറച്ചുകൂടി വലുതായി മാറിക്കൊണ്ടേയിരിക്കത്തുള്ളൂ. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, ഇവർക്ക് എല്ലാ കുടുംബവും ഇങ്ങനെ ആയിരിക്കും, ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ ആയിരിക്കും. കല്യാണം കഴിയുമ്പോൾ അച്ഛനും അമ്മയൊക്കെ വഴക്കുണ്ടാക്കി തന്നെ. ചില ആൾക്കാരുടെ കേസാണ് ഞാൻ പറഞ്ഞത്. കുറേ പേരൊക്കെ കുട്ടികളുടെ ചിന്തയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും. അതാണ് എനിക്ക് തോന്നുന്നു കുറേ ഫാമിലി ലൈഫിൽ മിക്കവരും വിചാരിക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞ് അടിയും വഴക്കിലോട്ടേ പോകത്തുള്ളൂ എന്നുള്ളത്. കുറച്ച് പേരെന്ത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന കുറച്ച് ആൾക്കാരും ഉണ്ട് ഈ ലോകത്ത്. പക്ഷേ എങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ കുഞ്ഞു കുട്ടികളായി വരുമ്പോൾ നമുക്ക് വരുന്ന കുറച്ച് ട്രോമാസ് കാര്യങ്ങൾ ഇതെല്ലാം നമുക്ക് വലുതാവുമ്പോഴും ഇങ്ങനെ തന്നെ വരും. ഇപ്പം ഞാൻ സ്കൂളിൽ കുഞ്ഞുങ്ങളടുത്ത് അടുത്തിരിക്കുമ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ വയ്ക്കുമ്പോൾ അച്ഛൻ ഇന്നലെ അമ്മയെ വഴക്കുറഞ്ഞു, അച്ഛൻ ഇന്നലെ അങ്ങനെ അടിച്ചു, ഇങ്ങനെയൊക്കെ കൊച്ചുങ്ങൾ വന്നിങ്ങനെ അടുത്തുനിന്ന് കാര്യം പറയുമ്പം അവർക്ക് എന്ത് ചെയ്യുന്നു, അവർക്കൊരു ഭയം മാത്രമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അച്ഛനടുത്ത് ഞാൻ പോകില്ല, അമ്മയുടെ ഞാൻ പോകില്ല. കുഞ്ഞു ആൾക്കാരാണ് ഇവർ ഈ പറയുന്ന കാര്യങ്ങൾ. പിന്നെ വലുതാകുമ്പോൾ ഇവർക്ക് എന്ത് ചെയ്യും, അച്ഛൻ്റെ അടുത്ത് കുറേ നമ്മൾ കണ്ടിട്ട് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. പയ്യന്മാർക്ക് കുറേ കഴിയുമ്പോഴത്തേക്ക് അമ്മ പറ അച്ഛൻ്റെ അടുത്ത്, അമ്മ പറ അത് വാങ്ങിച്ചു തരാം. ഇങ്ങനെ പൊതുവേ പറയാം, അമ്മമാരുടെ അടുത്താണ് അമ്മക്കൊക്കെ ഇഷ്ടം, അമ്മക്കൾക്ക് ഇവരുടെ അടുത്ത് അങ്ങനെ ഒരു ടോക്കുണ്ടല്ലോ. പക്ഷെ അങ്ങനെയൊന്നും അല്ല സത്യാവസ്ഥ. നല്ല ക്ലോസ് ആയിരിക്കുന്ന അച്ഛനാണെങ്കിൽ അമ്മയെ കാട്ടി നന്നായിട്ട് മോൻ പോയി അച്ഛൻ്റെ അടുത്ത് എല്ലാ കാര്യവും പറയത്തുള്ളൂ. പക്ഷെ എന്താണ്, എവിടെയോ ഒരു സ്ഥലത്ത് വെച്ച് ഒരു ചെറിയ ഒരു വളവ് അല്ലെങ്കിൽ ഒരു വഴിത്തിരിവ് മാറിക്കാണും, എങ്കിൽ മാത്രമേ അവരങ്ങനെ പോകത്തുള്ളൂ. ഇപ്പോൾ പെൺകുട്ടികൾ പറയും അവൾക്ക് അച്ഛൻ്റെ അടുത്താണ് എല്ലാ കാര്യത്തിനും ഭയങ്കര ഷെയറിങ് ആണ്, അച്ഛനാകുമ്പോൾ എല്ലാം വാങ്ങിച്ചു കൊടുക്കും, അമ്മ ഒന്നും വാങ്ങിച്ചു കൊടുക്കും. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ ഒരു കുഞ്ഞ് വന്ന് പറഞ്ഞ് ഒരു മോളാണ് വന്നൊരു അമ്മയെടുത്ത് പറയുകയാണ്, അമ്മ എനിക്ക് ആ ഒരു ടോപ്പ്, അമ്മ ഫസ്റ്റ് നിനക്ക് നിറയെ ടോപ്പെല്ലാം ഇടുക്കി വെച്ചിരിക്കുന്നത്, നിനക്ക് ടോപ്പിൻ്റെ ആവശ്യം എന്തിനാ, ആ സമയത്ത് നമുക്ക് നിറയെ ടോപ്പ് ഉണ്ടല്ലോ, എങ്കിലും ഏത് കളറാണ് വേണ്ട. ഇങ്ങനെ നമ്മൾ മനസ്സിലായി, നമ്മൾ സംസാരിക്കുന്ന രീതി ഒന്ന് മാറ്റി സംസാരിച്ചു കഴിഞ്ഞാൽ കുട്ടികളുമായിട്ട് നമുക്ക് കുറച്ച് കൂടുതൽ ഇടപെടാനും സാധിക്കും. ഇപ്പം എൻ്റെ മോൾ അങ്ങനെ പോയി, എൻ്റെ മോൻ ഇങ്ങനെ കാണിക്കണം, അവരെ മക്കൾക്ക് നല്ല ഇതുണ്ട്, എൻ്റെ വീട് കളർ രണ്ടെണ്ണം ഇങ്ങനെ വളരണം. നമ്മൾ ഇങ്ങനെ കമ്പയർ ചെയ്യുന്നത് ഒഴിച്ചിട്ട് നമ്മളെപ്പം ചോദിക്കുക, നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ടോ എന്നൊന്ന് ചിന്തിക്കുക സ്വയം തന്നെ. ഇപ്പം ഭർത്താവ് പറയണ ഭാര്യയെ പറ്റി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിങ്ങനെയാണ്, കൊള്ളത്തില്ല. അപ്പോൾ ഇത് കണ്ടിട്ട് മക്കൾ പറയണം വളർന്നുകൊണ്ടിരിക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഇത് തന്നെയാണ് മക്കൾക്കും പറഞ്ഞു കൊടുക്കുന്നത്. അവൻ പഠിച്ച് മാർക്ക് ശേഷിക്കണം കണ്ടോ. അപ്പം നമ്മൾ ആദ്യം സ്വയം നന്നാവണം, എന്നിട്ട് മാത്രമേ നമ്മൾ പിള്ളേർക്ക് പറയാനായിട്ട് പോകാവൂ. അപ്പോൾ പിള്ളേർ മാർക്ക് കുറവാണെങ്കിൽ പറയും മക്കളെ ഇച്ചിരി കുറവാണ്, അടുത്ത പ്രാവശ്യം കൂടുതൽ വാങ്ങിച്ചില്ലെങ്കിൽ നമ്മൾ 10ാം ക്ലാസ്സൊക്കെ നമ്മൾ ഭയങ്കര പാടായിരിക്കും. ഞാനൊക്കെ വന്ന് നിനക്ക് അറിഞ്ഞത്തില്ല എന്നുവെച്ചാൽ നമുക്ക് കാര്യം എന്താണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നന്നായിട്ട് അവർക്ക് മനസ്സിലാവുമെങ്കിൽ മനസ്സിലാവും. നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പറയുന്നത് ഒരു അടിത്തറ തന്നെയാണ്. നമ്മൾ പറയാം ആദ്യത്തെ പാഠങ്ങൾ കുട്ടികൾ പഠിക്കുന്നത് സ്കൂളിൽ നിന്നാണ്, ശരിയായിരിക്കാം. പക്ഷെ ആ ഒരു കുടുംബത്തിൽ നിന്ന് തന്നെയായിരിക്കും അത് കെട്ടി പോകത്തുള്ളൂ. ഇപ്പം എനിക്ക് കുഞ്ഞിലുണ്ടായ ഭയം കാരണം എനിക്ക് വന്ന കാരണം വെച്ചാൽ എനിക്ക് മിക്കതിനടുത്തൊരു ഭയം എന്നുള്ള ടെൻഡൻസി ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ പ്രത്യേകിച്ച് ഒന്ന് പറഞ്ഞു തരാം, കൊച്ചിലെ നമ്മൾ പറയും അവിടെ പോവല്ല കാട്ടി പ്രേതമുണ്ട്, അല്ലെങ്കിൽ ഇവിടെ പോലെ അത് ഭൂതം പിടിച്ചുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ പിന്നീട് ഒറ്റയ്ക്ക് ആ കാട്ടി പോകാൻ പേടിയാണ്. എന്താണ് അവിടെ അത് ഉണ്ടല്ലോ എന്ന് വെച്ചാൽ അവിടെ ഒന്നുമില്ല, അവിടെ ദൈവമുണ്ട് എന്ന് പറഞ്ഞ് വളർത്തി വെക്ക്, അവിടെ ദൈവമുണ്ട് എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞങ്ങ് പൊക്കോളും. മനസ്സിലായി?
ഭയം എവിടെ കൊടുക്കേണ്ട സ്ഥലത്ത് ആ ഭയം കൊടുക്കണമെന്നും എവിടെയാണ് നമ്മൾ അവരെ വിടേണ്ട സ്ഥലം നോക്കി അവിടെ വിടുകയും നമ്മൾ ചെയ്യാനായിട്ട് മെയിനായിട്ട് പിള്ളേരുടെ കാര്യത്തിൽ ഓരോരുത്തരും പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അതുപോലെ എനിക്ക് തോന്നിയ അടുത്തൊരു കേസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എനിക്ക് തോന്നുന്ന വേറൊരു കേസാണ്. നമ്മളിപ്പം ഞാനൊരു മലയാളം മീഡിയത്തിൽ നിന്ന് പഠിച്ചൊന്ന ഒരാളാണ്. ഒരു ഇംഗ്ലീഷ് മീഡിയത്തിലോട്ട് പോകുമ്പോഴത്തേക്കും പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയുള്ള കാര്യമാണ്. വെച്ചാൽ നമുക്ക് സെൻസ് എഴുതുക, അതുപോലെ അത് കൂട്ടിച്ചേർത്ത് വായിക്കുക. അപ്പം മലയാളം മീഡിയത്തിൽ നിന്ന് ഒരാൾക്ക് എല്ലാം മലയാളമാണ്. വെച്ചാൽ നമ്മുടെ SS, GS ഇതൊക്കെ നമുക്കന്ന് സാമൂഹിക പാഠം, ശബ്ദ ജീവശാസ്ത്രം ഇങ്ങനെ പറഞ്ഞ് നമ്മൾ പഠിച്ചുകൊണ്ട് വന്ന ഒരാൾ പെട്ടെന്ന് ഇംഗ്ലീഷിലോട്ട് പോകുമ്പോഴേ ബയോളജി, കെമിസ്ട്രി ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഇതെങ്ങനെ എന്ന് പറഞ്ഞൊരു ചിന്ത നമുക്ക് സ്വാഭാവികമായിട്ട് വരും. ഞാനൊരു മലയാളം പഠിക്കുന്നത് എനിക്കാണെങ്കിൽ ഇംഗ്ലീഷ് കാണുമ്പോൾ പേടി, മാത്സ് കണക്ക് കൂട്ടുക കുറയ്ക്കുക ഇങ്ങനെയുള്ളത് പിന്നെ പ്രത്യേകിച്ച് പറയണ്ട, അത് അതിൻ്റേതായ ഭയം. അങ്ങനെ ഈ ഭയങ്ങളെല്ലാം കാരണം എന്ത് ഈ ഭയം 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 എന്ത് ചെയ്താലും ഭയം. അയ്യോ അത് തോറ്റു പോകുന്നൊരു പേടി, പിന്നെ എഴുതുമ്പോൾ അത് ഇപ്പോൾ സ്കൂളിൽ പ്രസൻറ്റേഷൻ ചെയ്യുമ്പോൾ അത് തെറ്റിപ്പോകുന്നുള്ളൊരു പേടി, മാത്സ് ടീച്ചർ ക്ലാസ്സിൽ വരുമ്പോൾ ഒരു പേടി. പക്ഷേ ഇതെല്ലാം ഭയന്ന് സത്യം പറഞ്ഞാൽ ടീച്ചർ ഒരു പോട്ടെ ഒരു അരമണിക്കൂർ പഠിപ്പിക്കാനാണ് ക്ലാസ്സിലോട്ടെന്ന് അവരെ ജോലി കേട്ട് പോവുകയാണ്. എനിക്കറിയണമെങ്കിൽ അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞാൽ നമ്മൾ കൂളായിരിക്കാൻ കൊച്ചിലേ നമുക്കറിയത്തില്ല. നമ്മൾ എന്ത് ചെയ്യണം, അത് അന്നേ ടെൻഷൻ അടിച്ച് ജീവിതത്തിൻ്റെ ഏകദേശം നമുക്ക് ഒരു ലൈഫിൽ എത്തുമ്പോഴേ നമ്മൾ ടെൻഷൻ. ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ ഓരോ പാരൻസും അല്ലെങ്കിൽ ഓരോരുത്തരും ഫാമിലിയിൽ നിന്ന് തന്നെ പഠിപ്പിച്ച് കൊച്ചുങ്ങളെ കൊടുത്തു കഴിയുമ്പോൾ കൊച്ചിന് ഒരു സബ്ജക്റ്റ് അറിഞ്ഞുകൂടാ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, തീർച്ചയായിട്ടും ട്യൂഷനോട് ചേർക്കും. അവിടെ ചെന്നാൽ അടിച്ച് പഠിപ്പിക്കുന്ന നല്ല ടീച്ചറുണ്ട് എന്ന് പറയും. അപ്പം അതിനെക്കാട്ടി അവനെന്താ ബുദ്ധിമുട്ട്, ഇതിലെന്തൊക്കെ ഇഷ്യൂ, ടീച്ചറുടെ തന്നെ ആദ്യം കൊള്ളാം. എൻ്റെ കുഞ്ഞിന് അതൊന്നും മനസ്സിലാവുന്നില്ല, ജസ്റ്റ് ടീച്ചർക്കൊന്ന് പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞൊന്ന് മനസ്സിലാക്കി ഇല്ലെങ്കിൽ നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ആദ്യമേ തന്നെ പാരൻസ് എന്ത് ചെയ്യുക, കുട്ടിയുടെ അടുത്ത് ഫ്രീ ആയിട്ടൊന്ന് ഇടപെടി നോക്കാനായിട്ട് ശ്രമിക്കും. അപ്പം എനിക്ക് തന്നെ അന്നത്തെ കാലത്ത് ഇംഗ്ലീഷ് പറയുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അന്ന് ഇപ്പം എൻ്റെ വീട്ടിൽ എല്ലാവരും ഈ മക്കൾ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല, ഇംഗ്ലീഷ് അതൊക്കെ അറിഞ്ഞുകൂടെങ്കിൽ പോട്ടെ, നമുക്കതിന് വേറെ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ട്, അപ്പോൾ ഈ പഠിച്ചില്ലെങ്കിൽ തോറ്റു എന്ന് പറഞ്ഞ് വളർത്തിയാണ് നമ്മളെ കൊണ്ടുവരുന്നത്. അപ്പം നമ്മളെന്ത് ചെയ്തു, നമ്മളെ വരണനുസരിച്ച് നമുക്ക് വീട്ടിൽ ചെയ്യുന്ന ആ ഭയം കൂടി വളർന്നു. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, എനിക്ക് പരീക്ഷ പേപ്പർ കിട്ടുന്ന ദിവസങ്ങളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് മലയാളത്തിനായിരിക്കും. ഇപ്പം 50 കിട്ടിയ 50 വെരി ഗുഡ് ഇടുമല്ലോ നമുക്കന്ന്. അത് കഴിഞ്ഞിട്ട് മാത്സിൻ്റെ പേപ്പർ ഏറ്റവും കുറവായിരിക്കും, അത് ഏറ്റവും ലാസ്റ്റ് വയ്ക്കും. അതിനിടയിൽ ഇടയിലുള്ള ഇച്ചിരി ഒരു 25 മാർക്ക് 19 മാർക്ക് ഇതിൽ മുട്ടയും അതുപോലെ തന്നെ 2-3 ഏറ്റവും ലാസ്റ്റാണ് നിൽക്കുന്നത്. പക്ഷേ ഇതുകൊണ്ട് ചേച്ചിയുടെ കയ്യിലാണ് കൊടുക്കുന്നത് പേപ്പർ. ഇവളെന്ത് ചെയ്യും, ഫസ്റ്റ് ഏറ്റവും കുറവ് മാർക്കുള്ള സാധനം എടുക്കുന്നു, അടി തുടങ്ങുന്നത്. അപ്പം ഈ പേപ്പർ ഒന്ന് വീട്ടിൽ കൊണ്ട് ചെല്ലണത് വരെ വരണ ഒരു ടെൻഷനുണ്ടല്ലോ, അതും ഇപ്പം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഞാൻ ടെൻഷൻ അടിച്ച് പോയത്. പക്ഷേ ഇന്നിപ്പം അവരുടെ ഫാമിലിയായി അവരുടെ മക്കളായി അവർക്ക് പേപ്പർ കിട്ടിയാലെന്ത് കിട്ടിയില്ലെങ്കിലും മനസ്സിലായി. നമ്മൾ വന്ന ഓരോ സാഹചര്യങ്ങൾ നമുക്ക് അന്നുണ്ടായ ടെൻഷനും കാര്യങ്ങളും കാരണം ഇന്ന് ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം ടെൻഷനാണ് അനുഭവിക്കുന്നതെന്നും അതൊക്കെ അന്നത്തെ ഓരോരോ പ്രശ്നങ്ങൾ കാരണമാണ് ഈ വന്നതെന്നുള്ളതൊക്കെ ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് പറ്റുമെങ്കിൽ നിങ്ങൾ ഓരോ കുട്ടികളെടുത്തും അവർക്ക് എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടെന്ന് നിങ്ങൾ പരസ്പരം വീട്ടിൽ തന്നെ തുടങ്ങുക, സംസാരിച്ച് തുടങ്ങുക, എന്താണ് അവരുടെ കാര്യങ്ങൾ എല്ലാം. ചുമ്മാ നമ്മൾ ഇപ്പം എന്തോ പറയാനായിട്ട് അവർ കുറ്റപ്പെടുത്തുന്ന ഒരു ടൈമിന് മുൻപ് നമ്മൾ എങ്ങനെയാണ് നമ്മളെപ്പോഴും പറയുമല്ലോ, ഒരു വിരൽ ചൂണ്ടുമ്പോൾ അതിൽ 4 വിരലും നമ്മളെ നേർക്കാണിരിക്കും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പം നമുക്ക് തന്നെ ആയിരിക്കും അത് ചിലപ്പോൾ ഒരു പാരൻസ് പറയും നമ്മൾ രണ്ടുപേരും വീട്ടിൽ ഭയങ്കര സ്നേഹവും നമ്മളുകൊണ്ട് ഒരു പ്രശ്നവുമില്ല നമ്മളായിട്ട്, പക്ഷേ മക്കൾ അങ്ങനെയല്ല. അത് അവർ പോണ സ്കൂളിലെ കൂട്ടുകെട്ടായിരിക്കാം. ശരി, നിങ്ങൾ വീട്ടിൽ വീട്ടിൽ നിന്ന് സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ ചോദിക്കണം, വീഡിയോ ഗെയിം ഓൺ ചെയ്ത് TV ഓൺ ചെയ്തിരിക്കുന്ന സമയത്തേക്ക് അവരടുത്ത് നിന്നിട്ട് സംസാരിക്കുക. ഇന്ന് സ്കൂളിൽ എങ്ങനെയായിരുന്നു മക്കളെ, ഇന്ന് അവിടെ എന്തിനായിരുന്നു, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ കുട്ടികളുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ കുറേ ഇഷ്യൂസ് കുറയും. എന്ന് വെച്ചാൽ എനിക്കിപ്പം വീടെത്തുന്നതിന് മുമ്പ് എനിക്ക് വരുന്ന കുറേ മെസ്സേജസ് ഉണ്ട് സ്കൂളിൽ. ഇനി സ്കൂളിൽ ചോറ് കഴിച്ചായിരുന്നു ടീച്ചറെ, അല്ല വീട്ടിലൊന്നും കഴിക്കത്തില്ല ഇങ്ങനെയാണ്. അപ്പം ഞാൻ പറയുന്നത് വീട്ടിൽ കഴിക്കത്തില്ല, ചിലപ്പോൾ ഫ്രണ്ട്സ് വരുമ്പോൾ കൂട്ടുകാരോടായിട്ട് അവരിരുന്ന് കഴിക്കണം കാണുമ്പോൾ കുഞ്ഞ് കഴിക്കാൻ തുടങ്ങും. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പേരൻസ് എല്ലാവരും ഇരുന്ന് അവർ കഴിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് കഴിക്കേണ്ടത്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ തന്നെ ഒരു ചെറിയ മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ പറ്റും. ഫോൺ എടുത്ത് വെച്ച് കുഞ്ഞ് ചോറ് കഴിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കഥ പറഞ്ഞു കൊടുത്ത് ചോറ് കൊടുക്കാൻ ശ്രമിക്കും. കുഞ്ഞ് കഥയൊന്നും കേൾക്കുന്നില്ല, ഇൻട്രസ്റ്റ് ഇല്ല, വെളിയിറങ്ങി കൊടുത്ത് ചോറ് കൊടുക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കണ്ടുപിടിച്ച് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്.
ഓരോ കാര്യങ്ങൾ ചെയ്ത് വെച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ പടം വരച്ചുകൊണ്ടിരിക്കുന്നവർ ഒരാൾ അത് കാണിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ബുക്സ് തുറന്ന് വെച്ച് കളർ ബുക്ക് വയ്ക്കുക, ഇതിൻ്റെ അടുത്ത് ഈ കഥയിൽ ഇതാണ്, ഇങ്ങനെ ഇൻട്രസ്റ്റ് നമ്മൾ കുഞ്ഞിലെ എന്ത് ഫീഡ് ചെയ്യുന്നോ അതേ നമുക്ക് വലുതാകുമ്പോഴും നമുക്ക് കിട്ടത്തുള്ളൂ. കൊച്ചിലെ നമ്മൾ ഫോൺ എടുത്ത് കൊടുത്താണ് കുഞ്ഞിനെ പഠിപ്പിച്ച് ഇതാക്കുന്നതെങ്കിൽ ആ കുഞ്ഞ് വലുതാകുമ്പോഴും നമുക്കറിയാം എന്ത് അഡിക്ഷൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പം ദയവ് ചെയ്ത് നമുക്ക് പണ്ട് വന്ന കുറേ ഇഷ്യൂസ് ആയിരിക്കും നമ്മൾ വലുതാകും തോറും നമുക്ക് ഇങ്ങനെ തന്നെ വരുന്നത്. പിന്നെ ഒരു കാലത്ത് നമ്മളെ മക്കൾ തന്നെ പറയും, അച്ഛൻ പണ്ട് അമ്മ ഇങ്ങനെയല്ലേ കാണിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ അമ്മ ഇങ്ങനെയല്ലേ അച്ഛനോട് സംസാരിച്ചുകൊണ്ടിരുന്നത്, അതുപോലെയല്ലേ ഞാനും കാണിക്കത്തുള്ളൂ എന്ന് പറയാൻ ഇടവരുത്താതെ പരസ്പരമായിട്ട് അവർക്ക് നല്ലൊരു വിവാഹവും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ റെസ്പെക്റ്റ് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ എങ്ങനെയായിരുന്നു പരസ്പരം റെസ്പെക്റ്റ് ചെയ്യുന്നത് ആ രീതിയിൽ അവർക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അവർ ആ റെസ്പെക്റ്റ് പഠിക്കത്തുള്ളൂ. അപ്പോൾ ദയവ് ചെയ്ത് ഇങ്ങനെ ചെയ്യാനായിട്ട് മാക്സിമം എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്.